أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അന്നാസിലെ അവസാന 3 വചനങ്ങളാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: പിന്മാറിക്കളയുന്ന ദുർബോധകൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മനുഷ്യഹൃദയത്തിൽ ദുർബോധനം ചെയ്യുന്നവനത്രേ അവൻ. മറഞ്ഞിരിക്കുന്നവരിൽ നിന്നും സാധാരണ മനുഷ്യരിൽ നിന്നുമുള്ള ദുർബോധകൻ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൻ നാസിൻ്റെ തുടക്കത്തിൽ അല്ലാഹു 3 സിഫത്തുകളെയാണ് പരാമർശിച്ചിരുന്നത്. അത് മനുഷ്യൻ്റെ 3 അവസ്ഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതായത് ജനനം, മരണം, ജീവിതം. അതുകൊണ്ട് ഒരു മനുഷ്യന് ഈ സിഫത്തുകളുമായി കൂടുതൽ ബന്ധമുണ്ട് എന്നും പറഞ്ഞിരുന്നു. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ ആയത്തിൽ ഈ 3 അവസ്ഥകളിലും മനുഷ്യന് വന്ന് ഭവിച്ചേക്കാവുന്ന ദുർബോധനത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള കൽപ്പന കൂടി നൽകുന്നുണ്ട്. ഉദാഹരണമായി, ചില സമയങ്ങളിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന ചിന്തയാണ് ലോകത്ത് ഒരു സൃഷ്ടാവുമില്ല. ചില സമയത്ത് മനുഷ്യന് തോന്നും മനുഷ്യനെ ഒരു ലക്ഷ്യബോധമില്ലാതെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. ചിലപ്പോൾ ആരാധനയുടെ എന്ത് ആവശ്യമാണ് നമുക്കുള്ളത് എന്നും തോന്നിപ്പോകും. ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു കൂടുമ്പോഴാണ് മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നത്. ചില സമയത്ത് ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീന ഫലമായി ആകാം, ചില സമയം രോഗാവസ്ഥ വരുമ്പോഴാവാം, ചില സമയത്ത് ചില ആളുകളുടെ സഹവർത്തിത്വം കാരണമാവാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദുർബോധനത്തിൽ നിന്നും രക്ഷ തേടാൻ അള്ളാഹുവിനോട് എപ്പോഴും തന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ആ ദുആയാണ് അള്ളാഹു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഷർറിൽ നിന്നും രക്ഷ നേടാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കേണ്ടതാണ്. ഈ വചനത്തിൽ ഒരാളുടെ ആദ്യവും അവസാനവും ഉത്തമമാവാൻ ദുആ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യരിലുണ്ടാകുന്ന ഓരോ മാറ്റവും നല്ലതിനായി തീരാനുള്ള ദുആയും പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നാസ് വിശുദ്ധ ഖുർആനിലെ അവസാന സൂറത്താണ്. ചിലർ വിചാരിക്കുന്നത് ഞാൻ ഖുർആൻ മുഴുവനും ഓതി തീർത്തിരിക്കുന്നു, ഇനി ഞാൻ ശൈത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം തന്നെ സുരക്ഷിതനായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവർ നാശത്തിലേക്ക് ചെന്ന് ചാടുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആന്റെ അവസാന സൂറത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ശൈത്താൻ്റെ എല്ലാ ഫിത്നകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓരോ ആളിലും എപ്പോഴും തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പ്രകടമായാൽ ഒരിക്കലും നിങ്ങൾ അഹങ്കരിക്കരുത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും എല്ലാ തരത്തിലുള്ള ഷർറിൽ നിന്നും രക്ഷ നേടാനും ഒരു ചതിയിലും വഞ്ചനയിലും അകപ്പെടാതിരിക്കാനും തുടരെ തുടരെ ദുആ ചെയ്യേണ്ടതാണ്. ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് അളവറ്റ അനുഗ്രഹം ഇറങ്ങുന്നതാണ്. ഭൗതിക ലോകത്ത് ഒരു രാജാവിനോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ലഭിക്കുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥാനമായിരിക്കും അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മലിക്കിന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന തിന്മയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ഇറങ്ങുന്നു. അതുകൊണ്ട് ചില സമയത്ത് അഹങ്കാരമുണ്ടാകുന്നു. ഈ തിന്മയിൽ നിന്ന് രക്ഷ നേടാനാണ് ഇലാഹിന്നാസ് എന്ന് പറഞ്ഞ് അള്ളാഹു അഭയം നേടാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക വഴി അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുന്നതാണ്. എന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന അഹങ്കാരത്തിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതോടുകൂടി സൂറത്തുൻ നാസിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.